ചിന്തിച്ച്, കാരണം എന്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, വളരെയേറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്ത. ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഇസ്മായിൽ സാഹിബ്, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാനിടയായി. അതായത് മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ, അതിനെ കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി. എന്താന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ താൻ മരിക്കാനായി എന്ന് സ്വന്തം തോന്നുകയും അത് ജനങ്ങളോട് പറയുകയും ചെയ്യാൻ. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് മണ്ണിന്റെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ശരീരത്തിൽ മണ്ണിന്റെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ കുറെ ആൾക്കാർ, പല സുഹൃത്തുക്കളും അവർ മണ്ണിലേക്ക് ചേർന്ന് കഴിഞ്ഞ് ഒരല്പ ദിവസം കഴിഞ്ഞാൽ ഞാനും മണ്ണിലേക്ക് പോകും, ഞാൻ അവിടത്തേക്ക് തന്നെ പോകാൻ പോവാണ്. ചിന്തിച്ചു നോക്കിയേ, കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാ പറഞ്ഞത്, ആ ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹം ഈ ലോകത്തോട് വിട പറയാൻ. അദ്ദേഹം പറയുന്ന ആ ഒരു വാക്ക് നിങ്ങളൊന്ന് കേട്ടു നോക്കി. വളരെ ശരിക്കും പറഞ്ഞാൽ ഏതൊരു മനുഷ്യനെയും നൊമ്പരപ്പെടുത്തുന്ന ഒരു കാര്യം. അദ്ദേഹം പറയുന്നുണ്ട്, ആ പാട്ടുപാടി കൊണ്ട് പറയുന്നുണ്ട് ഒരു മാറ്റം. അതായത് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളെ ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അദ്ദേഹം പറയാം, ഇതൊന്നും, ഒരു മാറ്റം ദുനിയാവിൽ വേണം. നമ്മൾ മരിക്കും, ഏത് സമയത്തും നമ്മൾ മരിക്കേണ്ട ആളാണ് എന്നുള്ള ഒരൊറ്റ വിശ്വാസം നമുക്ക് വേണം. മുമ്പ് പല പണ്ഡിതന്മാരും പഠിപ്പിക്കാറുണ്ട്, ഏതൊരു മനുഷ്യനും മരിക്കുന്നതിന് മുമ്പ് അതിന്റെ ലക്ഷണങ്ങൾ അവരിൽ കാണുമെന്നാണ്. അതിനപ്പുറം അദ്ദേഹം ഞാൻ മരിക്കാറായി എന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലാക്കാൻ പറ്റാണ്. എന്നിട്ട് അദ്ദേഹം അത് ജനങ്ങളോട് പറയാ. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കുക. ചിലവർക്ക് ഞാൻ അതിശയമാകാം, ചിലവർക്ക് ഞാൻ നല്ലോനാകാം, വെടക്കോനാകാം. ആരോ ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായി, എന്താ എനിക്ക് പിരാന്താണ്, നീ എങ്ങനെയെല്ലാം ജീവിച്ച മനുഷ്യനാ, ഇപ്പൊ എന്താ ഇങ്ങനെ. ഞാൻ ചിന്തിച്ച്, കാരണം എന്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പരവിധി ചുമ്മായിട്ട് ചുങ്കില് നടക്കുന്ന ശുചായത്ത് നാമുക്കുണ്ട് നാട്ടിലെ, കഥയെന്തെന്നറിവുണ്ടോ നാളേക്ക്. സഹോദരങ്ങളെ, എത്ര അർത്ഥവത്തായ വാക്കുകളാ പറയണേ അല്ലേ? ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് മണക്കാൻ തുടങ്ങി, എന്ന് വെച്ചാൽ ഞാൻ മരിക്കാറായി, ഞാൻ മണ്ണിലേക്ക് ചേരാൻ പോവാണ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. മാത്രമല്ല, പലരും മരിച്ചു, കുറഞ്ഞ ദിവസം കഴിഞ്ഞാൽ ഞാനും പോകും. സഹോദരങ്ങളെ, ഏത് സമയത്താണ് ആർക്കാണ് മരണം വന്നെത്തുന്നത് എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അതിനു മുമ്പ് നമ്മളൊരു മാറ്റം വരണം. നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ പ്രവർത്തനങ്ങളില്, നമ്മുടെ ചിന്തയില് ഒരു മാറ്റം ഉണ്ടാക്കണം. ഈ ദുനിയാവ് ഇതൊന്നും എനിക്ക് ഒരു നേട്ടവും തരില്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ടൊരു ലോകമുണ്ട്, അവിടെ രക്ഷപ്പെടേണ്ട ആളാണ്, അവിടത്തേക്ക് എനിക്ക് ഒരുപാട് മുതൽക്കൂട്ട് വേണം. ഇൽമി ദീനിയായ, അമലിയായ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വഴി, അതിലൂടെ ഞാൻ സഞ്ചരിക്കണം. ഈ കാലഘട്ടത്തിൽ പലരും പല തോന്നിവാസങ്ങളിലേക്ക് പോകുമ്പോൾ അതിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും മാറി നിന്ന് നന്മയിലേക്ക് പോവാൻ സാധിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.